ഹലോ, ഇത് നമുക്കൊരു സോയ ചങ്ക്സ് ബിരിയാണി ഉണ്ടാക്കാം. 1 കപ്പ് അരിക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരു സവാള, പകുതി തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് പുതിനയില, കറിവേപ്പില, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ഇനി മസാല ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഉള്ളി നന്നായിട്ട് ഇനി വഴറ്റിയെടുക്കാം. കളർ മാറുന്നവരെ വഴറ്റണം. ഞാനിപ്പോൾ 1/2 കപ്പ് സോയ ചങ്ക്സിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയും കൂടി ചേർക്കാം. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 കപ്പ് അരിക്ക് 1/2 കപ്പ് സോയ ചങ്ക്സ് മതിയാവും. സോയ ചങ്ക്സ് ഞാൻ പ്രഷർ കുക്കറിലാണ് വേവിച്ചിട്ടുള്ളത്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 1 വിസിലടിച്ച് മാറ്റി വെച്ച് പിന്നെ അത് പിഴിഞ്ഞെടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് 1 സ്പൂണും കൂടി എണ്ണ ഒഴിക്കുകയാണ്. ഇനി ബാക്കി മസാലപ്പൊടികളും കൂടി ചേർക്കാനുണ്ട്. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്താൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും തോന്നിയുകൊണ്ട് ഞാൻ വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചോറും ആ മസാലയും കൂടി മിക്സ് ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ആ നെയ്യ് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ചുറ്റിച്ചെടുക്കണം. പകുതി മസാല ആണ് ഇപ്പോൾ ചേർത്തത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അങ്ങനെ വെള്ളം ഒഴിച്ചു. ഇനി വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. 1 കപ്പ് ജീര റൈസ് 1.5 കപ്പ് വെള്ളത്തിൽ 1 വിസിലടിച്ച് മാറ്റി വെച്ചതാണിത്. കുക്കറിൽ 1 വിസിലടിച്ച് മാറ്റി വെച്ചതാണിത്. ആ ചോറെല്ലാം ചേർത്ത് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മസാലയും കൂടി ചേർക്കാം. 1/4 കപ്പ് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇല്ലെങ്കിലും 1/4 കപ്പ് വെള്ളം എന്തായാലും മുകളിൽ തളിച്ചു കൊടുക്കണം. ഒരു 5 മിനിറ്റ് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി 1 സ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി 5 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു, ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റ് അതുപോലെ തന്നെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആവിയിൽ കിടന്ന് ഒന്ന് നന്നായി സെറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അച്ചാറും കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ സംഭവം ഉഷാറായി. ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവരും അഭിപ്രായം പറയാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.